ഹായ്, വെൽക്കം ബാക്ക് ടു സുധീസ് വേൾഡ് വൺസ് അഗെയിൻ. നമ്മൾ ഇന്ന് അച്ചൻകോവിൽ തിരുമലക്കോവിൽ യാത്രയിലാണ്. ഏകദേശം സമയം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ കലഞ്ഞൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വണ്ടിയിലുണ്ട്. നേരം നന്നായി വെളുത്ത് വരുന്നേ ഉള്ളൂ. യാത്ര മുഴുവൻ കാട്ടിനുള്ളിലൂടെയാണ്. അച്ചൻകോവിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കാട്ടിനുള്ളിലുള്ളൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം റോഡുകളൊക്കെ നന്നായിട്ട് പണിഞ്ഞ് നല്ല ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. ഏകദേശം ഇപ്പം നന്നായി നേരം വെളുത്തിട്ടുണ്ട്. 6:45 ആയിട്ടുണ്ട്. മനോഹരമായ ഒരു കാഴ്ചയാണ് യാത്രയിലുടനീളം ഉള്ളത്. മയിലിനെ കാണാൻ പോവാണ്. പീലിയുള്ള മയില കണ്ടോ, നല്ലതായിട്ട് പീലിയുണ്ട്. പീലി പൊഴിച്ചാരനെ അതെങ്ങനെ അറിയാമോ ആൺമയിലാന്ന്? ഒന്നും കാണത്തില്ല, സൗണ്ടും കേൾക്കാം. ഒരുപാട് പീലി ഇപ്പൊ അതൊക്കെ കറക്റ്റായി. കൈയൊന്ന് മാറ്റിക്കിച്ചിരി. ബാബാ ഞങ്ങളോടോ ബാബാ വരുന്നോ അച്ചൻകോവിലാറല്ലേ? നമ്മുടെ അവിടുത്തെ ആറിന്റെ ഉത്സവമാണ്. അതെ, അടുത്ത മയിലിനെ കിട്ടിയേക്കാണ്. അടുത്ത മയില് ഇവിടെ ഒരു ഫോട്ടോ ഇടേ. മയിലാണോന്നോ? അല്ല, മയിലിനെ മാത്രം എടുത്ത് പീലി ഒന്ന് വിരിക്കാവോ? വീഡിയോ എടുക്കുമ്പോ തന്നെ ഒരു കൂട്ടം മയിലുകൾ, ഒരു കൂട്ടം. ഇതെല്ലാം പെൺമയില, പീലി ഇല്ലാത്ത മയിലല്ലേ? നമ്മളെ കണ്ടോണ്ടെല്ലാം കേറിപ്പോയി. അച്ചൻകോവിൽ അമ്പലം എത്തിയിട്ടുണ്ട്. സിദ്ധി കൊണ്ട് സിറ്റ് ഞങ്ങൾ പോയിട്ട് പോട്ടെ. വാങ്ങിച്ചു പോനെ. ചരട് വേണം, സിദ്ധിക്ക് ചരട് വേണം. നമ്മൾ അച്ചൻകോവിൽ അമ്പലത്തിൽ ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ടാവുള്ളൂ. 7:15 ആയപ്പോൾ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുള്ള സമയമായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ടായിരിക്കാം തിരക്കില്ലായിരുന്നു. നമ്മൾ തൊഴുത് മടങ്ങി ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ശബരിമലയിൽ പോകുന്നത് പോലെ തന്നെ 18 പടികളാണ് അച്ചൻകോവിലിലുമുള്ളത്. ഈ 18 പടികൾക്കും ഓരോ സവിശേഷതയുണ്ടെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. നമ്മൾ നേരിട്ട് ചെന്ന തിരുക്കോവിലിന് മുന്നിലാണ് എത്തുന്നത്. പരശുരാമനാൽ തീർത്തപ്പെട്ട ഒരു വിഗ്രഹമാണ്
അച്ചൻകോവിലെ അയ്യപ്പ വിഗ്രഹം എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അച്ചൻകോവിൽ അമ്പലത്തെ അരജൻ കോവിൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വിഷം തീണ്ടി അങ്ങനെയൊക്കെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇവിടുത്തെ അമ്പലത്തിലെ തീർത്ഥവും പ്രസാദവും കഴിച്ചു കഴിഞ്ഞാൽ ആ വിഷം തീണ്ടൽ ഒഴിവായി കിട്ടുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ടാണ് പോയത്. കാപ്പി കുടിക്കാനായിട്ട് എല്ലാം വണ്ടിയിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ രാവിലെ വെളുപ്പിന് തന്നെ ഉണ്ടാക്കി വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കഴിക്കാം? ഇഡ്ഡലി സാമ്പാർ. എന്തോ കഴിക്കുന്നത്? ഇഡ്ഡലിയോ? എവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചാണോ? സമയം എടുക്കും അല്ലേ? പറയണ്ട, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. ഫുൾ പ്രിപ്പയർഡ് ആണ്. വീട്ടിൽ നിന്നാണ് ഉച്ചക്കലത്തെയും രാവിലത്തെ ഫുഡെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് കഴിക്കാൻ അച്ചൻകോവിൽ കാണാൻ വന്നേക്കുന്നത്. ഇവിടുന്ന് നമ്മൾ അച്ചൻകോവിൽ അമ്പലം കഴിഞ്ഞു. ഇപ്പോൾ ഇനി തിരുമല കോവിലേക്ക് പോകുന്നതിന് മുന്നേ ഇഡ്ഡലി കഴിച്ചോ? ഒരു ഇഡ്ഡലി കഴിച്ചോ? കഴിച്ചില്ലെങ്കിൽ എങ്ങും കൊണ്ടുപോകില്ല കേട്ടോ. വാട്ടർഫോൾസിൽ കൊണ്ടുപോകണോ? കൊണ്ടുപോകണേ, അത് കഴിക്കണം. ഇഡ്ഡലി മൊത്തം കഴിച്ചില്ലേ കൊണ്ടുപോകത്തില്ല. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരുമല കോവിലേക്കാണ് അടുത്ത യാത്ര പോകുന്നത്. അപ്പോൾ സിദ്ധിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് കുറ്റാലം വാട്ടർഫാൾസ് കൂടെ കാണാൻ പോകണമെന്ന്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ യാത്ര എൻഡ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ അടുത്ത വീഡിയോ എല്ലാം രണ്ടായിട്ടൊക്കെ നിങ്ങൾ ലാഗടിപ്പിക്കാതെ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.